ഈ സമീപകാലത്ത് പോലീസുകാർ നിരവധി കേസുകളിൽ പെടുന്നത് ഒരു നിത്യസംഭവമായി മാറുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടാബന്ധം, മറ്റ് അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ, കൈക്കൂലി കേസ്, അങ്ങനെ നിരവധി പരാതികൾ നമ്മുടെ പോലീസ് സേനയ്ക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നാണ് ഒരു CI SI ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാതി ഉയർന്നു വന്നത്. അതായത് ഒരു കേസിൽ പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു വളാഞ്ചേരി CIക്കും SIക്കും എതിരായിട്ടുള്ള പരാതി. ഈ കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. വളാഞ്ചേരി CI സുനിൽ ദാസ്, SI ബിന്ദുലാൽ, ഇവരുടെ സഹായി അസൈനാർ എന്നിവർക്കെതിരെ തിരൂർ DYSP ആണ് കേസെടുത്തത്. പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവത്തിൽ സ്ഥലമുടമകളെ ഭീഷണിപ്പെടുത്തി 22 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. SI 10 ലക്ഷവും CI 8 ലക്ഷവും മൂന്നാം പ്രതി 4 ലക്ഷവും തട്ടിയെടുത്തെന്നാണ് FIRൽ പറയുന്നത്. CIയും SIയും ഒളിവിലാണ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം? ഈ പരാതിക്കാരിൽ നിന്നും ഈ CIയും SIയും കൈക്കൂലി വാങ്ങിയെന്ന പരാതി ഉയർന്നു വന്നത് എന്നാണ് അനുമോദ്? പോലീസിന്റെ FIR അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ മാർച്ചിലാണ്. മാർച്ച് 30-ാം തീയതിയാണ് ഈ സ്ഫോടക വസ്തുക്കൾ, നിയമവിരുദ്ധമായ സ്ഫോടക വസ്തുക്കൾ പോലീസ് വാഹന പരിശോധനയ്ക്കിടെ പിടിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അത് പക്ഷേ വാഹന പരിശോധനയ്ക്കിടെയല്ല, അതൊരു ക്വാറിയിൽ നിന്നാണ്, അതായത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ക്വാറിയിൽ നിന്നാണ് കണ്ടുകിട്ടിയത്. അങ്ങനെ ഈ കണ്ടെടുത്ത ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത സ്ഥലത്തിൻ്റെ ഉടമ, ക്വാറി പ്രവർത്തിക്കുന്ന സ്ഥലമുടമ നിസാർ, അത് ക്വാറിയുടെ ഉടമസ്ഥൻ നിസാർ, ഇയാളെയാണ് ഈ CIയും SIയും അതുപോലെ തന്നെ ഇവരുടെ സഹായിയായ അസൈനാരും ചേർന്ന് ഭീഷണിപ്പെടുത്തിയത്. നിസാർ കേസിൽ പ്രതിയെടുത്തും റിമാൻഡ് ചെയ്യുമെന്നും ജയിലിലടയ്ക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയെന്നാണ് FIRൽ പറയുന്നത്. CI 8 ലക്ഷവും SI 10 ലക്ഷവും ഇവർക്ക് ഈ ഇടപാടിന് കൂട്ടുനിന്ന അസൈനർ എന്ന വ്യക്തി 4 ലക്ഷവും തട്ടിയെടുത്തു എന്നാണ് FIRൽ പറയുന്നത്. ഇതുമായി സംബന്ധിച്ച് നിസാർ മലപ്പുറം ഈ കേസിൽ അനുമതി സൂചിപ്പിച്ചതുപോലെ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു പോലീസ് CI SIയുടെ അടങ്ങുന്ന സംഘം ഈ സ്ഥലം ഉടമകളെ സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവത്തിൽ ഈ പാറമടയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നത്. അതിന്റെ പേരിൽ സ്ഥലം ഉടമകളെ ഭീഷണിപ്പെടുത്തുന്നു. SI 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നു. CI 8 ലക്ഷം വാങ്ങി ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ച വ്യക്തി, ഇവരുടെ സഹായി എന്ന് പറയുന്ന അസൈനാർ 4 ലക്ഷവും തട്ടിയെടുത്തുവെന്നാണ് ഈ പരാതിക്കാർ പോലീസിനെ സമീപിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പോലീസിനെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DYSP 3 പേർക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. CIയും SIയും ഒളിവിലെന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. CV അനുമോദിലേക്ക് വീണ്ടും. അനുമോദ്, എന്തായാലും 3 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒരു അറസ്റ്റിനുള്ള സാധ്യതയുണ്ടോ, അതോ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇവർ കോടതിയെ സമീപിക്കുമോ? ടോം, ഈ ഒരു കേസിൽ സാധാരണ ഒരാൾ ഈ തട്ടിപ്പുകൾ ചെയ്താൽ എടുക്കുന്ന അതേ നിയമ നടപടികൾ തന്നെയാണ് പ്രതികൾക്കായിട്ടുള്ള പോലീസുകാർക്കെതിരെയും വരിക. ഇവർക്കെതിരെ വഞ്ചന കുറ്റം, അതേപോലെ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ IPC വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. മോഷണം, അതായത് ഇത്തരത്തിൽ പണം തട്ടിയെടുത്തതിനൊക്കെ ഉള്ള സാധാരണ എടുക്കുന്ന വകുപ്പുകൾക്ക് പുറമെ പോലീസിന്റെ വകുപ്പ് തല നടപടികൾ ഉണ്ടായിരിക്കും. ഇവരിപ്പോൾ നിലവിൽ എവിടെയാണെന്ന് അറിയുകയില്ല. മൂന്നാം പ്രതിയായിട്ടുള്ള അസൈനാർ എന്താണെങ്കിലും അറസ്റ്റിലായിട്ടുണ്ട്. ഒന്നുകിൽ ഇവർ കോടതിയിൽ ഹാജരായി മുൻകൂർ ജാമ്യം എടുക്കുക, അതല്ലെങ്കിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ശേഷം ജാമ്യം എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു സാധാരണ പ്രൊസീജിയർ ഉള്ളത്. ഇതിന് പുറമെ ഇനി വകുപ്പ് തല നടപടികൾ ഇവർക്ക് എതിരെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മലപ്പുറം SP നമ്മൾ അല്പസമയം മുമ്പും സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇക്കാര്യത്തിൽ അടുത്ത നടപടി എന്താണെന്ന് പറയാൻ തയ്യാറായിട്ടുള്ള ഒരുപക്ഷെ CIയും SIയും ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടി അത് എന്താകുമെന്ന് ഉന്നതരുമായി ആലോചിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ പ്രഖ്യാപിക്കുക. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സ്വാഭാവികമായി ഇത്തരം ഒരു ഗുരുതരമായിട്ടുള്ള കേസാണ്. കൈക്കൂലി വാങ്ങുക, അതും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഒരു സ്റ്റേഷന്റെ ചുമതലയുള്ള CI ഉൾപ്പെടുന്ന സംഘം ഈ രീതിയിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായും കേസെടുത്തതിന് പിന്നാലെ തന്നെ ഇവർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകേണ്ടതല്ലേ അനുമോദ്?
തീർച്ചയായും വകുപ്പ് തല നടപടി ഉറപ്പാണ്. കാരണം ഈ പരാതി നേരിട്ട് അന്വേഷിച്ചിരിക്കുന്നത് തിരൂർ ഡിവൈഎസ്പി ആണ്. പരാതി FIR പ്രകാരം ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസ് അന്വേഷിച്ചിട്ടുള്ളത്. അപ്പോൾ വകുപ്പ് തല നടപടികൾ എന്താണെങ്കിലും ഇവരെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത്. കാരണം ഒരു ക്രിമിനൽ കേസാണ്. അതിൽ മാത്രമല്ല സേനയെ ഒന്നാകെ നാണം കെടുത്തുന്ന കളങ്കിതമാക്കുന്ന തരത്തിലുള്ള ഒരു കേസിലാണ് ഇവർ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രതി ചേർക്കും, അല്ലെങ്കിൽ പണം തന്നില്ലെങ്കിൽ പ്രതി ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്ത് പണം തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ കേരള പോലീസിനെ നാണം കെടുത്തുന്ന ഒരു സംഭവമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സേനയെ കളങ്കിതമാക്കുന്ന ഒരു നടപടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അർഹമായിട്ടുള്ള ഒരു നടപടി ഇവർക്കെതിരെ വകുപ്പ് തലത്തിൽ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. രണ്ടാമതൊരു കാര്യം, ഇവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമോ അതോ ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിലവിൽ ഇവർ എവിടെയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. മൂന്നാം പ്രതി മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കേസിൽ പ്രതികളാക്കുമെന്ന്, കള്ളക്കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വളാഞ്ചേരി CI സുനിൽദാസ്, SI ബിന്ദുലാൽ, ഇവരുടെ സഹായി അസീനാർ എന്നിവർക്കെതിരെ തിരൂർ ഡിവൈഎസ്പിയാണ് കേസെടുത്തത്. ഇവർ 22 ലക്ഷം രൂപയോളം 3 പേരും ഈ സ്ഥലമുടമകളിൽ നിന്നും തട്ടിയെടുത്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. വീണ്ടും CV അനുമോദിലേക്ക്. അനുമോദ് നേരത്തെ സൂചിപ്പിച്ചു ഇവർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്ന്. പക്ഷേ നേരത്തെ മുൻപ് ഈ 3 പേർക്കുമെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണോ? ഏതെങ്കിലും പരാതികൾ ഇതേ രീതിയിൽ കൈക്കൂലി വാങ്ങിയെന്ന പരാതി മുൻപ് ഉണ്ടായിട്ടുണ്ടോ ഇവർക്കെതിരെ? ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 ഉദ്യോഗസ്ഥരും ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ എത്തിയിട്ടുള്ളത്. ഇവർ മറ്റ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ സ്ഥലമാറ്റത്തിലാണ് ഈ 2 ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ മുൻപ് മലപ്പുറം ജില്ലയിൽ നമുക്ക് അത്തരത്തിൽ ഇവർ എന്തെങ്കിലും കേസുകൾ ഉൾപ്പെട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ മറ്റൊരു കാര്യം, അത് റൂമറാണ്. അതായത് ഇവരുടെ നടപടികൾ പലതും വളാഞ്ചേരിയിലെ പോലീസുകാർ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരുന്നു. ഇവർ കേസുകൾ പലതും ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് പോലീസിന്റെ വളാഞ്ചേരി ഈ ഒരു സ്റ്റേഷനിൽ നിന്നും നമുക്ക് പലതരത്തിൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അതൊരു സ്ഥിരീകരിച്ച വിവരമല്ല. പക്ഷെ ഇവരുടെ നടപടികൾ പലതും ഈ കേസുകൾ ഒതുക്കുന്നതിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലും പലർക്കും പോലീസുകാർക്ക് തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഈ മുൻപ് ഇവർ എവിടെ ജോലി ചെയ്തു എന്നുള്ള വിശദാംശങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇവർ മലപ്പുറം ജില്ലക്കാരല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഇവിടേക്ക് എത്തിയവരാണ്. അതുകൊണ്ട് തന്നെ വകുപ്പ് തല അന്വേഷണം ഇവർക്കെതിരെ മുമ്പ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനി ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അനുമതി, സമീപ ദിവസങ്ങളിലാണ് ഒരു ഡിവൈഎസ്പിയും ഒരു ഗുണ്ടാ സംഘവും ഗുണ്ടാ നേതാവും തമ്മിലുള്ള ബന്ധം പുറത്തു വന്നത്. അതായത് വിരമിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കായിരുന്നു ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കെതിരെ ഇത്തരം ആരോപണം വരികയും പിന്നീട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. മാത്രമല്ല, ഇതുപോലുള്ള കൈക്കൂലി കേസുകളിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ പിരിച്ചുവിടുന്ന നടപടികളും ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു കടുത്ത നടപടി ഈ വിഷയത്തിലും ഉണ്ടാകേണ്ടതല്ലേ, ഈ കേസിലും? തീർച്ചയായും. പക്ഷേ ഇത് നമുക്കറിയാം, ചില കേസുകളുടെ സാഹചര്യം, അതിന്റെ അന്വേഷണം, അതിന്റെ ഗുരുതരമായിട്ടുള്ള സ്വഭാവം, ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. മുൻപ് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് തൊണ്ടി മുതൽ അത് മറിച്ച് വിൽക്കാൻ ശ്രമിച്ച ഒരു സംഭവമുണ്ട്. അത്തരത്തിൽ ആ ഒരു കേസിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു നടപടി സ്വീകരിച്ച് ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവരെ ഒന്നും വകുപ്പിൽ നിന്നും പിരിച്ചുവിടുകയല്ല, മറിച്ച് സസ്പെൻഷൻ നൽകി ഈ ഒരു അന്വേഷണം പൂർത്തിയാക്കി പിന്നീട് ലോ ആൻഡ് ഓർഡർ അല്ലാതെ മറ്റേതെങ്കിലും വിഭാഗങ്ങളിലേക്ക് സ്ഥലം മാറ്റി, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവരെ സർവീസിലേക്ക് തിരിച്ച് എടുക്കുന്ന ഒരു രീതിയുള്ളത്. സർവീസിൽ തിരിച്ചുവിടത്തക്ക ഗ്രേവ് ഒഫൻസ് ആയിട്ട് അത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ അത് പോലീസ് അതോറിറ്റിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് പൂർത്തിയായിട്ട് വേണം. അതുകൊണ്ട് തന്നെ സർവീസിൽ പിരിച്ചുവിടുക എന്നുള്ള അത്തരത്തിലേക്കൊന്നും ഈ ഒരു കേസുകൾ എത്തുമോ എന്ന് നമുക്ക് പറയാനാകില്ല.
നിലവിൽ ഇവർക്കെതിരെ എന്ത് നടപടിയാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. സ്വാഭാവികമായിട്ടും ഇവരെ ചുമതലയിൽ നീക്കുകയായിരിക്കും ആദ്യം ചെയ്യുക. കാരണം ഇത്രയും കളങ്കിതരായി സേനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കിയ ഇത്തരത്തിൽ പണം വാങ്ങിയെന്ന് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥ ബോധ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ ആ ചുമതലയിൽ നീക്കുമെന്ന കാര്യം വ്യക്തമാണ്. മറ്റു കാര്യങ്ങൾ എന്തായാലും ഈ വകുപ്പ് തല അന്വേഷണവും മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷമേ അക്കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണ ലഭിക്കുകയുള്ളൂ. പക്ഷെ തുടർച്ചയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള സേനയെ നാണക്കേടുണ്ടാക്കുന്ന അവരുടെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് പുറത്തു വരുന്നത് അക്ഷരാർത്ഥത്തിൽ സാധാരണക്കാർക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നിയമം പാലിക്കേണ്ട ഈ സാധാരണക്കാർക്ക് നിയമം ഉറപ്പാക്കുന്ന സംരക്ഷണം നൽകേണ്ട ഉദ്യോഗസ്ഥരാണ് പണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം. ഇത് നിയമം നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട 2 ഉദ്യോഗസ്ഥരാണ് ഈ ഒരു കുറ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നത് തന്നെ ഇതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. വ്യക്തമാണ്. അനുമതി സൂചിപ്പിച്ചത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. ഇവർ നിയമം നടപ്പാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളിൽ പെടുന്നത്. വളാഞ്ചേരി CIക്കും SIക്കുമെതിരെയാണ് സാമ്പത്തിക ആരോപണം, കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇവർക്കെതിരെ പോലീസ് തന്നെ കേസെടുത്തിട്ടുണ്ട്. വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നാണ് CV അനുമതി സൂചിപ്പിക്കുന്ന വിവരങ്ങൾ.